മനസ്സുള്ളിൽ മാനവികത പുഗ്ഗൊലത്തട്ടെ. തീരെ കുറിച്ചിട്ടൊന്നും കാര്യമില്ല, പാറ പോയി കടിച്ചാളെ കേട്ടോ, രക്ഷപ്പെടൂല മോനെ. ഞാൻ എന്റെ തെറിനെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ കണ്ടോ, അത് ഞാൻ കാണിച്ചത്. അജ് ബുരടാ പുറത്തേക്ക്. നിങ്ങളെ തെറി വിളിച്ചാലും വിട്, തലീകെട്ടും കിട്ടിക്കാണ്ട് എന്റെതും നൗഷാദിന്റെയും സമതിന്റെ അടക്കം അതിന്റെ കൂട്ടത്തിൽ വരും. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും എന്ത് ചെയ്യാ. മൂല്യന്മാരനെ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ സാധാരണക്കാർ പറഞ്ഞ കാര്യമില്ല. അന്നക്ക് ഫോൺ കൂടെ വിളിച്ച് തെറിയിക്കാറ്, ഇത് മൈക്കെട്ടിക്കാണ്ട് അങ്ങാടി ഒന്ന് പബ്ലിക് വിളിച്ച് തരിക. മറ്റേ ആളെ കാണില്ലല്ലോ, ഇതില് ആളെ എന്നെ കാണില്ലേ, ഇവിടെ തെറി അല്ല ക്ലിപ്പ് നിർത്തേ. അതിന് കാത്തിക്കഴിഞ്ഞാല് ഈ 10 പെട്ട 100 ഞാൻ വിടും. വെല്ലുവിളി ഏറ്റെടുത്തോ, പുറത്തുവിടെ 40ഓളം ക്ലിപ്പ് ഞാൻ ഇഞ്ഞിട്ടില്ല, അതിന്റെ ഇരട്ടിക്കട്ടി ഇഞ്ഞിന്റെ അടുത്തുണ്ട്. നിങ്ങളിവിടെ പ്രസംഗിച്ച് വെച്ചേ തോന്നിയാസം ഏതൊരാളെ മുമ്പ് കൊണ്ടായാലും സാധാരണക്കാരെ ഈ വിളിച്ചൊക്കെ സാധാരണക്കാരല്ലേ. ഈ പൂത്താളും തലീകെട്ടും കെട്ടിക്കാണ്ട് വിളിച്ച അത്ര ഇല്ലല്ലോ എന്ന് ആൾക്കാർ പറയും. പറയടാ, ഒന്ന് ഞങ്ങൾക്ക് സാമ്പിൾ എന്റെ ക്ലിപ്പിന്റെ പെട്ടരാ. മറ്റേ ചങ്ങായി പറഞ്ഞേ രണ്ട് വർത്തനോടെ പറയാണ്ട്. മുന്നേ നോൺ വെജിറ്റേറിയൻ ആണ്, ഇപ്പൊ സുബ്ഹാനല്ലാഹ് പിടുത്തം വിട്ട തെറിയ. ഇപ്പൊ ഇവന്മാരുടെ പരിചയമില്ലാത്ത നമ്പർ കുടുംബങ്ങളൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഫോൺ വരണമെങ്കിൽ ഫോൺ എടുക്കാൻ പേടിയാ. കാരണം ഒരു മുഖവരില്ലാതെ തൊട്ട ഒന്നുമുറിയണ സാധനത്തിന്റെ പേര് പറഞ്ഞിട്ട സംബോധന തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള്. അവസനായ പിതാവിന്റെ പാർട്ടിയുടെ തെരഞ്ഞെടുത്ത സാഹിത്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉടനെ റിലീസാകും. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വിടുങ്ങട്ടെ. ഒക്കെ റെഡി ആയിട്ട് നമ്മളെടുത്തുണ്ട്. എന്നിട്ട് നോക്കുക, ഒന്നിനാത്രം പോകുന്ന പൂത്തോളം വലിപ്പമുള്ള 3 പൂത്തുകൾ തലീകെട്ടും കെട്ടിക്കാണ്ട് തെറി വരേണ്ടതും, ഏതെങ്കിലും സാധാരണക്കാർ എവിടെന്നെങ്കിലും ഫോണിൽ കൂടെ തെറി വരണ്ടവും നമ്മൾ നോക്കുക, ജനങ്ങൾ കാണട്ടെ. ഈ പൂത്തുകൾ പറഞ്ഞതാണോ തെറി, അല്ല ഏത് സാധാരണക്കാർ ഫോണിൽ കൂടെ വിളിച്ചതാണോ തെറി. ഈ സാധാരണക്കാർ വിളിക്കാൻ കാരണം ഈ പൂത്തോണം പോകുന്ന ഈ ആളുകൾ തലീകെട്ടും കെട്ടിക്കാണ്ട് തെറി വിളിക്കുന്നതാണ് കാരണം എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കട്ടെ. വിടടാ, ഞാൻ അങ്ങനെ തന്നെ പറയാ. പോത്ത് തെറിഞ്ഞ് ചേരാണ്ട ഈ ഞങ്ങൾ അക്കീമസിൽ അടക്കമുള്ള ഞങ്ങൾ ഉസ്താദന്മാരെ പറ്റി എന്താ പറയുക, 313 ആടുകളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുക്കുന്ന പോത്തുകൾ എന്ന് പറഞ്ഞേ ആ ക്ലിപ്പിന്റെ കയ്യിലുണ്ട്. ഇജ്ജ് വിടും കിട്ടേ കേട്ടോ, അതിനെ കാത്തുക്കണ്ട്. ധൈര്യം ഈ ഗ്രൂപ്പ് കൊടുത്തിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇജ്ജ് ജമ്മാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞല്ലോ, വിടും കിട്ടെ. അതിന്റെ ബാക്കിൽ മറ്റും വരും. ഏതായാലും എൻ്റെ അത്ര തൊള്ള കക്കൂസായ ആൾക്കാരും ഉണ്ടാവില്ല. ആരപ്പി പറയണറിയങ്ങള് തൊള്ള കക്കൂസായ പേനാ പറയണ്ടേ. ഇവൻ വിളിക്കാതെ തെറിയുണ്ടോ? ഈ സമത് കാട്ടുകള്ളം സമത് വിളിച്ച മാതിരി ഈ ലോകത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യേ ആ ക്ലിപ്പൊന്നും കണ്ടോ, ഒന്ന് കാണുന്നല്ല കേട്ടോ. സുലൈമാൻ സക്കാപ്പിനെ പറ്റി ഓനക്ക് അതേക്കാരം പണി. ആ പുളിയക്കോടും ആ ഈശ്വരൊക്കെ പൂത്താളി ആടാളി എരുമാളി മുരിയാളൊക്കെ ചവിട്ടിച്ചാൻ കൊണ്ടിട്ടുള്ള ആണ്ടേക്കാരം. ഓനക്ക് അതിന്റെ പണിയേക്കാരം. ഓൻ പൈക്കത്തോടൊപ്പം അല്ലേ അന്വേഷിച്ച് നോക്കി ഞാൻ ബന്ധറിയില്ല. അവൻ്റെ കൂത്തിൽ സക്കാപ്പി എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈക്കച്ചോടം ആടും കച്ചവടമൊക്കെ ഈ അടിയിൽ ഈ പരിപാടി നടക്കുന്നുണ്ടാവും. അതുകൊണ്ടല്ല ചങ്ങായി പറഞ്ഞേ, ഈ വിടടാ ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഈ ഗ്രൂപ്പ് കൊടുത്തത് എൻ്റെ തെറി. തൃശ്ശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഅുൽ ഫുസാക്കിലെ 1ാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോട് ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ മൃഗാസ്പത്രിയിൽ കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവോ? ഉളുപ്പുണ്ടോ തെറി പറയുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക? കേട്ടില്ല നിങ്ങൾ ഈ ചങ്ങായി വരണ്ടേ. ഇനി ആർക്കെങ്കിലും ആടിനെ അല്ലെങ്കിൽ പശുവിനൊക്കെ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പുളിയക്കോട്ട് കൊണ്ടുപോയാൽ മതി. കീശ്ശേരി പുളിയക്കോട് മേൽമുറി അതല്ലോ കുറ്റിച്ചുളാന്റെ മാതിരി നിൽക്കുന്നുണ്ട് ഞങ്ങള്. അതുകൊണ്ടാ അവിടെ പൈക്കച്ചോടണേ. അല്ലാതെ ഞാനൊരു കാര്യം പറയാം, ഇവനക്ക് പൈക്കച്ചോടുണ്ട്, ആടും കച്ചവടമുണ്ട്. കൂട്ടത്തിൽ ഈ കുത്തിരിപ്പിന്റെ പണിയും ഈ പത്തിരിയും പ്രസാദും അതുകൊണ്ട് പൈക്കച്ചോടം അതിന് മറവില് മധ്യക്കാരൻ നടക്കുക. അതല്ലോ ഇത് പറയാൻ കാരണം. അപ്പൊ ആട് കൊണ്ടുപോയാൽ മതി. ആരുണ്ടെങ്കിൽ എന്റെ വോയിസ് എല്ലാവർക്കും വിട്ടെടുത്തോളി. മൃഗാശുപത്രിക്കൊന്നും തെരഞ്ഞാടും പോണ്ട, അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ ഉണ്ടാവൂടാ എന്താ പരിപാടി. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ പറയാൻ കാരണം. ഇത്രത്തോളം തലകെട്ടി പറഞ്ഞിട്ടേ ഇതൊന്നും തീരെയല്ല. ഇജ്ജ് വിടലാ കുഞ്ഞേമേ, അതിനെ നമ്മൾ കാത്തിക്കണ്ട്. ഇതിനെ പറ്റി പറഞ്ഞല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു കൂടി കാണാം നമുക്ക്. നിങ്ങൾക്ക് ഏതായാലും ടോട്ടലോടെ ഞങ്ങൾ ഹാജരാക്കും. നിങ്ങൾക്ക് ഇനി ഏതായാലും ഫോണിൽ കൂടെ ആരെങ്കിലും വിളിച്ചേണ്ടാവുള്ളൂ. നടുവിടെ അതൊന്നും പറഞ്ഞ് ഞങ്ങൾ എത്തിച്ചണ്ട കേട്ടോ. എന്നിട്ട് ഓൻ തെറി പറഞ്ഞു വരിക. ഞാൻ എൻ്റെ ഇങ്ങനത്തെ ക്ലിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിക്കുക, അതൊക്കെ പുറത്ത് വിടാൻ വേണ്ടി. നമുക്ക് നോക്കാം ആരാണ് തെറി പറഞ്ഞതെന്നുള്ളത്. ആദ്യം എൻ്റെ തൊള്ള നന്നാക്കാൻ കഴിയേ, 3 കക്കൂസ തൊള്ള, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാൻ. മനസ്സിലായോ? ഉളുപ്പുണ്ടോ
തെറി പറയുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക. ഇതൊക്കെ എൻ്റെ നെഞ്ചത്ത് തന്നെ വരും. ആർക്കാ ഉളുപ്പില്ലാത്ത? ഒന്നാമത്തെ ആൾ തന്നെ എൻ്റെ ക്ലിപ്പ് ഇതിരെ കുത്തി വരുമ്പോൾ കണ്ടോളിൻ്റെ. അപ്പോൾ ആർക്കാ ഉളുപ്പില്ലാത്ത മനസ്സിലാവും കേട്ടോ. പരിഹസിക്കലും തെറി പറയലും ഒക്കെ എൻ്റെയും എൻ്റെ കൂട്ടാളികളുടെ സ്വഭാവമാണ്. അത് കേട്ടിട്ട് വേണമെങ്കിൽ സാധാരണക്കാർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, വിളിക്കുമല്ലോ. ഉലായിക്കല്ല ആമി ബൽഹും അവൽ എന്ന് പറഞ്ഞല്ലോ, മൃഗങ്ങളെക്കാൾ അത് പതിച്ചു പോയി. അപ്പോൾ ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന് നമ്മൾ പറയില്ല, വിളിക്കും. അതാ ചേര് പോലും കണ്ടാൽ തന്നെ വിളിക്കും. ഈ കൊണ്ടുവരേ കേട്ടോ, കൂട്ടത്തിൽ ഒറ്റത്ത് കൊണ്ടുവരേ. അവിടെ നോട്ടീസ് ഒട്ടിച്ച് പറഞ്ഞല്ലോ ദുബായിലേ. വിടടാ ആണാണെങ്കിലേ ആൾക്കാ എൻ്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞില്ല. എന്നോട് ഫോൺ ചെയ്ത വ്യക്തിയോടെ ആ കുട്ടികളെ രക്ഷിതാക്കൾ നമുക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ജാണത്തുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാതിരിക്കേ. എത്ര പണി സെൻഡ് ചെയ്യാൻ? ഈ ഗ്രൂപ്പ് കിട്ടാൽ മതി. അയ്യോ കഴിയില്ല. ശ്രദ്ധിക്കണം. നമ്മുടെ ഈ മജ്‌ലിസുകൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ എന്തെങ്കിലും നമ്മളാരോ എന്തോ കൂടി തീരുമാനിക്കുന്നത് പോലെ അല്ല. കാലഘട്ടത്തിലെ മശായിഖന്മാർ നമുക്ക് വേണ്ടിയാണ് ഇത് പ്രത്യേകം സംഘടിപ്പിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉസ്താദുമാർ നമ്മെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലെങ്കിൽ അപ്പൊ ഈ തോന്നിയാസൊക്കെ പറയാൻ വേണ്ടി ഓലാണ് ഇത് പറയിപ്പിക്കേണ്ടത്. കാട്ടുകള്ളനും മറ്റാളും ഈ മജ്‌ലിസൊക്കെ സംഘടിപ്പിച്ച് തെറി പറയാൻ വേണ്ടി ഞങ്ങളെ കയറൂതി വിട്ടതാരാ? ഈ സമദ് ഇപ്പൊ സുലൈമാൻ സഖാഫിനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ ഓരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ ഇവന്റെ കാട്ടുകള്ളനാണ്. എങ്ങനെയുണ്ട്? ഷെയ്ഖാവോ മുറബിയാവോ ഔലിയാക്കൾ വിടുവോ? ഈ ജാതി തോന്നിയാസം പണ്ഡിതന്മാരെ പറയിപ്പിച്ചാലേ ഓനെ എന്ത് വലിയാടോ? കള്ള ശൈത്താനല്ലാതാ വരാൻ പോകണുള്ളൂ. ഇതിന്റെ മൂട്ടിൽ വരുന്ന കണ്ടുവിടേണ്ടി കുഞ്ഞാൻ വിടട്ടെ, പുറത്തേക്ക് വിടുക. നമ്മൾ നോക്കുക. തെറി നമ്മളെ തെറിന്റെ അവസാനത്തെ വിടലേക്കാരം നൗഷാദ് ഭായി പറഞ്ഞാൽ പൂജാട് കൊടുക്കും ചെയ്യും.